ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 14/6/2024 വൈകുന്നേരം 7 മണിക്ക് പ്രസിദ്ധീകരിക്കും എന്നൊരു മെസ്സേജ് നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം കമൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ admission.kannur.university.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്കിലും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡ് ഉണ്ടാവും. അതും കൂടെ എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജാണ്, ഏത് കോഴ്സാണ്, എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കാറ്റഗറിയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട്, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ ഒരൊറ്റ പ്രാവശ്യം അടച്ചാൽ മതി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് യൂണിവേഴ്സിറ്റി ഫീ അടച്ചതാണെങ്കിൽ പിന്നീട് നിങ്ങളത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ മാത്രം അടച്ചാൽ മതി. യൂണിവേഴ്സിറ്റി ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ടൈം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 15/6/2024 മുതൽ 19/6/2024 വരെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരുന്നു നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജ് ജോയിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാം. പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. നിങ്ങളുടെ ലോവർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസലായി പോകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. കോളേജിൽ പോയി നിങ്ങൾ ഫീസൊക്കെ അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ലഭിച്ച കോളേജ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്കും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അഡ്മിഷൻ ഡേറ്റ് നമ്മുടെ ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. BSc BCA വിഭാഗക്കാർക്ക് 20/6/2024 മുതൽ 21/6 വരെയാണ്. BComന് 22 മുതൽ 24 വരെയാണ്. BA ലാംഗ്വേജസിന് 25 മുതൽ 26 വരെയാണ്. BA നോൺ ലാംഗ്വേജസിന് 27 മുതൽ 29 വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതിപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എല്ലാം പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ പ്രസ് റിലീസായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാവുന്നതാണ്. ഇനിയും ശ്രദ്ധിക്കേണ്ടത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണ്. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച കോളേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോളേജ് അല്ലായിരുന്നു വേണ്ടത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. അതല്ല നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അടച്ചാണെങ്കിൽ വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല വിദ്യാർത്ഥികളും ഈ ഒരു ഡൗട്ട് എടുത്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. അടച്ചതിന് ശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതുപോലെ തന്നെ നിങ്ങൾ നിലനിർത്തുക, അത് ക്യാൻസൽ ചെയ്യാതിരിക്കുക. അപ്പം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിലേക്ക് മാറാം. ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതല്ല നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ വേറെ കോളേജൊന്നും ലഭിച്ചില്ല, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ തന്നെ തുടരാം. നിങ്ങൾക്കത് നഷ്ടപ്പെടുകയൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറണം. ഓക്കെ, അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറണം. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലേക്ക് തന്നെ നിങ്ങൾ മാറേണ്ടതാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എല്ലാം എടുത്തതിന് ശേഷം 1/7 നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് മുൻപേ ആയിട്ട് നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എഡിറ്റ് ചെയ്യാം. അതുപോലെ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു എഡിറ്റ് ഓപ്ഷന് ശേഷമായിരിക്കും നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് ഓപ്ഷൻസൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടവർ നിങ്ങൾ മുഴുവൻ ഫീസും അവിടെ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. ഫീ ഡീറ്റെയിൽസിൻ്റെ കാര്യം, ഫീസ് എത്രയൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് എത്ര ഫീസാണ് ആദ്യം അടയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ വിളിച്ചന്വേഷിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കോളേജിൽ പോവുക ജോയിനിങ്ങിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 8/7/2024 അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക്